അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ശാന്തി, ഞാൻ കുത്തനൂരിൽ നിന്ന് വരുന്നു. ഞാൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇടുപ്പ് വേദനയും നടുവേദനയൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ് ഇവിടെ വരും. എൻ്റെ വീടിനും തിരിച്ചങ്ങനെ പോകുമായിരുന്നു. കുനിഞ്ഞ് നടക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ തളർന്നു പോകും. ശരീരമൊക്കെ അങ്ങനെ വന്ന് മുറുകും, ഭയങ്കര ക്ഷീണമായിരിക്കും. അത് കാരണം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല. ആൾക്കാരുടെ മുന്നിൽ എന്നോട് ചോദിക്കുക എല്ലാവരും, എന്താ നീ രോഗികളെ ശുശ്രൂഷിച്ച് നീ അങ്ങനെ ഒടിഞ്ഞു പോയല്ലോ, നീ എന്താ രോഗിയായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഈശോ എന്നെ എല്ലാം രക്ഷിക്കും, നിങ്ങൾ പേടിക്കണ്ട. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ നട്ടെല്ലും എൻ്റെ ശരീരം മാറി. എത്ര വർഷമായിട്ടുള്ളതാ? ഇതിപ്പോൾ 6 മാസം അല്ല, ഒരു 5-6 വർഷമായി. 5-6 വർഷമായിട്ടുള്ളത്. 6 മാസമായിട്ട് കൂടി ഇതിന് കുറഞ്ഞു. ഇപ്പം മാറി. ഒരു വാലുപറമ്പ് ഇടവകയിൽ നിന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ ഒരു ഇടവക നമ്മുടെ രൂപതയിലുണ്ട്. വാലുപറമ്പ് ഇടവക എല്ലാവരും 10-25 കിലോമീറ്ററോളം അകലെന്ന് വരുന്നത്. അമ്മയും ഈ സഹോദരി ഇവിടെ വരുന്നുണ്ട്. എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. നടക്കുമ്പോഴൊക്കെ എന്താ ഇങ്ങനെ കുഞ്ഞു പോണേന്നൊക്കെ ചോദിക്കും. എനിക്ക് കുറച്ചു ദൂരം നടക്കുമ്പോൾ നട്ടിൽ നേരെ മുട്ടുത്തി നോക്കിയേ, സുഖമായി. അല്ലേലിയ. ബുധനാഴ്ച ദിവസം ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ നട്ടില് സംബന്ധമായ രോഗം 6 വർഷമായിട്ടുള്ളത് 6 മാസമായിട്ട് കൂടുതലായിട്ടുള്ള രോഗം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഔസേപിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം നൽകി. അതേപോലെ തന്നെയാണ് കശേരിയിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോഴാണ് കുറച്ച് സമാധാനം ശാന്തിയായി. ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോകില്ല. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റിത്തരുന്ന എനിക്ക് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി. യേശു